കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം. നമ്മൾ 4-ാം അധ്യായത്തിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും. അവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരുടെ വിധിയെക്കുറിച്ചാണ് ആദ്യത്തെ 4 വാക്യങ്ങളിൽ പറയുന്നത്. മനുഷ്യർ എന്നെ കുറിച്ച് നല്ലതോ ചീത്തയോ പറയാം, വിധിക്കോ വിധിക്കാതിരിക്കോ ചെയ്യാം, എന്നെ തന്നെ ഞാൻ വിധിച്ചിട്ടും കാര്യമില്ല എന്നാണ്. അത് നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പൊ വേറൊരാളെ നമ്മൾ വിധിക്കാതെ എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ വിധിക്കണം എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത്, പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. ഇതെന്തുകൊണ്ട്? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരിടത്ത് പറയുന്നു നമ്മൾ തന്നെത്താൻ വിധിക്കണമെന്നും, ഇവിടെ പറയുന്നു ഞാൻ എന്നെ തന്നെ വിധിക്കുന്നില്ല. അപ്പോ കർത്തൃമേശയുടെ മുമ്പിൽ, അപ്പം മുറുക്കുന്നതിന് മുമ്പിൽ നമ്മൾ എന്നെ തന്നെ വിധിക്കണം. എന്ത് വിധിയേ ഉള്ളൂ? ഒറ്റ വിധിയെ നമുക്ക് പറയാനുള്ളൂ. നമ്മളെ കുറിച്ച് പറയാനാണെങ്കിൽ ആകെ ഒരൊറ്റ വിധി മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്താണ് ആ വിധി? അല്ല, നമ്മളെ കുറിച്ചുള്ള വിധി എന്താ? നിങ്ങൾ കോടതിയിൽ ഇരുന്നിട്ട് നിങ്ങളെ കുറിച്ച് ഒരു വിധി പ്രസ്താവിച്ചു, എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? വിധി എന്താ? പാപിക്കുള്ള വിധി മരണശിക്ഷ, അല്ലെ? അപ്പൊ നമ്മൾ നമ്മളെ വിധിച്ചാൽ എന്താ നമുക്ക് കിട്ടുന്ന ശിക്ഷ? അപ്പൊ ആ മരണം ആരാ വഹിച്ചേക്കുന്നേ? ക്രിസ്തു. അപ്പൊ നമ്മൾ മരിക്കേണ്ട മരണം ആര് മരിച്ചു? അപ്പൊ ആ കൂട്ടത്തിൽ ഞാനും മരിച്ചു. ഇതാണ് എന്റെ വിധി, അല്ലെ? ഞാൻ വിധിക്കുന്ന വിധി അതാണ്. ഞാൻ മരണയോഗ്യനാണ്, എന്റെ പാപങ്ങൾക്ക് ഞാൻ മരിക്കേണ്ടതായിരുന്നു, അതാണ് എന്റെ വിധി, അല്ലെ? അപ്പൊ ഞാൻ എന്നെ വിധിച്ചപ്പോൾ ഞാൻ മരണയോഗ്യനായ പാപിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത്. കാരണം ഞാൻ മരിക്കേണ്ടതായിരുന്നു, എന്റെ മരണത്തെ ദൈവം എടുത്തിട്ട് എനിക്ക് പകരം കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇവിടെ പറയുന്നത് കൊരിന്ത് സഭയിൽ ഒരു പ്രോബ്ലം ഉണ്ട്. കൊരിന്ത് സഭയിൽ പല ശുശ്രൂഷകരുണ്ട്. ഇത് അപ്പം മുറുക്കുന്നതിന് മുമ്പിൽ, യേശുക്രിസ്തുവിന്റെ ക്രൂശിന് മുമ്പിൽ നമ്മളെ വിധിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. കൊരിന്ത് സഭയില് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത്, ചില ആൾക്കാർ ഇഷ്ടമില്ല എന്നുള്ളതാണ്. അത് മിക്കവാറും എല്ലാ സഭകളിലും ഉണ്ട്. നമ്മുടെ സഭയിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇല്ലാത്തത്. ഞാനൊരു വിശ്വാസത്തിൽ ധൈര്യത്തിനങ്ങ് പറഞ്ഞ കേട്ടോ. സാധാരണ എല്ലാ സഭകളിലും ഒരു കോമ്പറ്റീഷൻ, എന്താ, അയാളാണോ ഇയാളാണോ ഭേദം. പാസ്റ്റർമാർ മാറി വരുന്ന സഭകളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന പാസ്റ്റർ ഇതിനേക്കാളും നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ അയാളുടെ ആളാണ്. ഇപ്പം ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒത്തിരി ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അവരെല്ലാം ഞാൻ അയാളുടെ പ്രസംഗം കേൾക്കും, ഞാൻ ഇയാളുടെ പ്രസംഗം, ഓരോരുത്തർക്കും ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു സഭയ്ക്കകത്ത് അങ്ങനെ പല ആൾക്കാര്, പല പ്രസംഗകര്. ഓക്കെ, സ്റ്റാലിൻ ബ്രദർ പ്രസംഗിക്കുമ്പോൾ കുറെ ആൾക്കാർ പറയും, ഞാൻ സ്റ്റാലിൻ ബ്രദറിന്റെ പ്രസംഗം കേൾക്കാനാ വരുന്നത്. വേറെ ആൾക്കാര് ഞാൻ ചേസ് ബ്രദറിന്റെ പ്രസംഗം കേൾക്കാനാ വരുന്നത്. ഇങ്ങനെ പല ആൾക്കാർ, അത് ഒന്നിനോട് വിരോധമായി വന്നിരിക്കുക. അപ്പോ ഇത് ഒരാളുടെ പ്രസംഗം കേട്ടാൽ കുഴപ്പമില്ല, മറ്റേയാളെ കണ്ണിന് കാണാൻ വയ്യാത്തൊരവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു. അപ്പൊ പൗലോസിനെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നത്, ഇനി പൗലോസ് ഈ വഴിക്ക് എങ്ങും വരികയല്ല. പണ്ടത്തെ പോലെ പെട്ടെന്ന് വണ്ടി എടുത്ത് വരാൻ പറ്റത്തില്ലാത്ത ഒരു കാലഘട്ടമാണ്. കൊരിന്ത് സഭ വിട്ട് പുള്ളി പോയി. അപ്പൊ അവിടെ ആൾക്കാർ പലരും പറഞ്ഞു, ഇവിടെ അപ്പല്ലോസ് ഒക്കെ ഇവിടെ കാണുള്ളൂ, ഇനി പൗലോസ് ഒന്നും കാണുകയല്ല, ആ പുള്ളിയെ നമുക്ക് വിട്ടേക്കാം എന്ന ഒരു ചിന്താഗതിയിൽ വന്നു. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു, അങ്ങനെ വിടാൻ പറ്റത്തില്ല, പുള്ളിയാണ് ദൈവിക മർമ്മങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പൗലോസിന്റെ ആൾക്കാരാണെന്നും പറഞ്ഞ കുറെ ആൾക്കാർ. ഇതാണ് കൊരിന്ത് സഭയിലെ സിറ്റുവേഷൻ. അപ്പൊ ഇതിൽ ആരാണ് നല്ലതെന്നുള്ള വിധി അവിടെ നടക്കുകയാണ്. ആരാണ് നല്ലതെന്നുള്ള വിധി അവിടെ നടക്കുക. അപ്പൊ പൗലോസ് പറയാണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്നത്, മനുഷ്യരുടെ വിധി ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്നെ ചീത്തയാന്ന് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, നല്ലതാന്ന് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ തന്നെ ഞാൻ ചീത്തയാണോ നല്ലതാണോ എന്ന് പരിശോധിക്കാനും പോകുന്നില്ല. ഇതാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇനി നല്ലതാണോ ചീത്തയാണോ എന്ന് പരിശോധിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ എത്ര പരിശോധിച്ചിട്ടും എന്നിലൊരു തെറ്റും ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. ചില ആൾക്കാർ അങ്ങനെ, എത്ര പരിശോധിച്ചാലും അവനവന്റെ തെറ്റ് കാണാൻ പറ്റത്തില്ല. എന്നാൽ നാട്ടുകാരുടെ തെറ്റുകൾ മുഴുവൻ അവർക്ക് മനസ്സിലാവും, സ്വന്തം തെറ്റ് മാത്രം എങ്ങനെ നോക്കിയാലും കാണാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ നോക്കിയിട്ട് ഇനി ഒരു തെറ്റും കാണാൻ പറ്റിയില്ലെങ്കിൽ, കാരണം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് നീതിയാന്ന് വിചാരിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എല്ലാം നല്ലതാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചീത്തയാന്ന് അറിഞ്ഞിട്ട് നിവൃത്തിയില്ലാതെ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാന്നുള്ളൊരു വിചാരത്തിലാണ് നമ്മൾ ചെയ്യുന്നല്ലേ, ആണോ? അപ്പൊ അത് ഞാൻ തന്നെ വിധിച്ചു നോക്കിയാൽ എങ്ങനെ ഇരിക്കുള്ളൂ? ഞാൻ ന്യായമല്ലേ ചെയ്തെന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല എൻ്റെ ഉള്ളിൽ വരുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയാണ്, എങ്ങനെ നോക്കിയിട്ടോ എന്നിൽ ഒരു പാപവും കണ്ടില്ലെങ്കിലും ഞാൻ നീതിമാനെന്ന് വരുന്നില്ല.
കാരണം ഞാൻ അതുകൊണ്ട് എന്നെ തന്നെ നല്ലതായിട്ട് വിധിച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല. കാരണം ഒരു പാപവും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ നീതിമാൻ എന്ന് വരുന്നില്ല. എന്നെ വിധിക്കുന്നത് കർത്താവ് ആകുന്നു. കർത്താവ് ഓൾറെഡി ആ വിധി പാസ്സാക്കിയിട്ടുണ്ട്. ഇവനിൽ യാതൊരു നീതിയും ഇല്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവനിൽ നീതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്രിസ്തുവിന്റെ നീതിയാണ് അവന്റെ മേൽ കണക്കിടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിന്മേലൊരു വിധി ഞാൻ പ്രസ്താവിക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ദൈവം എന്നെ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ നീതി ഉള്ളവനായിട്ടാണ് എന്നെ കാണുന്നത്. അത് ഏത് സമയത്തും കർത്താവ് എന്നെ നോക്കുമ്പോൾ എന്റെ നീതി കൊണ്ടല്ല ദൈവത്തിന്റെ മകനായിട്ട് എന്നെ വിളിക്കുന്നത്. എന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ നീതി കണ്ടിട്ടാണ്. അതായത് എനിക്ക് അവൻ തന്നെ ദാനമായി നൽകിയ ആ നീതി എന്നിൽ കണ്ടിട്ടാണ് ദൈവം എന്നിൽ പ്രസാദിക്കുന്നത്. ഇതിനാണ് സൗജന്യമായി നമുക്ക് തരുന്ന നീതി വസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒരിക്കലും നിൽക്കുന്നത് നമ്മുടെ നീതി ആശ്രയിച്ചുകൊണ്ടല്ല, നമ്മുടെ സൽപ്രവൃത്തികൾ ആശ്രയിച്ചുകൊണ്ടല്ല, കുഞ്ഞാടിന്റെ നീതി വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആ കുഞ്ഞാടിന്റെ നീതി വസ്ത്രം നമുക്ക് സൗജന്യമായി നൽകിയത് കൊണ്ടാണ് നമുക്ക് ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ആ കുഞ്ഞാടിന്റെ നീതി വസ്ത്രവുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ശരിയല്ല ഇവൻ ശരിയല്ല എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ കുഞ്ഞാടിന്റെ നീതി വസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഞാൻ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? ഓൾറെഡി ഞാൻ പോക്കായതുകൊണ്ടാണ് ഈ വസ്ത്രം ഇട്ട് ദൈവം എന്നെ അവിടെ നിർത്തിയിരിക്കുന്നത്. ഈ വസ്ത്രം എടുത്തു മാറ്റിയാൽ എന്നിൽ ഒരു നീതിയും ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെ വിധിച്ചാലും, ഞാൻ എത്ര ചുഴിഞ്ഞു നോക്കിയാലും എന്റെ ഉള്ളിൽ ഒരു പാപവും കണ്ടില്ലെങ്കിലും ഈ നീതി വസ്ത്രം ഇല്ലാതെയാണ് എന്നെ നോക്കുന്നതെങ്കിൽ ഞാൻ നഗ്നനും ദരിദ്രനും ക്രിസ്തു ഇല്ലാത്തവനും മരണയോഗ്യനുമായി നിമിഷ നേരം കൊണ്ട് വിധിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് കർത്താവ് എന്നെ അണിയിച്ചിരിക്കുന്ന നീതി വസ്ത്രത്താൽ ഞാൻ നീതിമാനാണ്. അപ്പൊ എന്റെ വിധി എന്ന് പറയുന്ന ദൈവമാണ് വിധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നീതി വസ്ത്രം, കുഞ്ഞാടിന്റെ നീതി വസ്ത്രം ഇട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേറെ ഒരാളെയും വിധിക്കാൻ പറ്റുമോ? ആണോ? വിധിക്കാൻ പറ്റുമോ? വിധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വിധിക്കാൻ പറ്റില്ല? അവരുടെ മേലും എന്റെ മേലും ഉള്ളത് അവരുടെ നീതിയല്ല, എന്റെ നീതിയല്ല, കുഞ്ഞാടിന്റെ നീതി വസ്ത്രമാണ്. അപ്പോൾ കുഞ്ഞാടിന്റെ നീതി വസ്ത്രം എന്റെ മേൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല. കാരണം ആ നീതി വസ്ത്രം അനുസരിച്ചാണ് എന്റെ ജീവിതം നാളെ മാറുന്നത്. അത് കുഞ്ഞാടിന്റെ നീതി വസ്ത്രം എന്റെ മേലുണ്ടെങ്കിൽ, ഇപ്പൊ കർത്താവ് പറയാണ് ആ കുഞ്ഞാടിന്റെ നീതി വസ്ത്രം എന്റെ മേൽ ഇട്ടിട്ട് പറയുന്നത് ചേസ് എന്ന് പറയുന്ന ആള് നീതിമാനാണ് എന്ന് കർത്താവ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നീതിമാൻ അല്ലാതാകാൻ പറ്റിയല്ല. കാരണം പറഞ്ഞേക്കുന്ന ആരാ? ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അത് പെയ്തില്ലേലും കുഴപ്പമില്ല, പെയ്താലും കുഴപ്പമില്ല. അങ്ങനെയല്ലേ? വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ക്രിക്കറ്റ് മാച്ചൊക്കെ കാണാൻ വേണ്ടി പണ്ട് കാലത്ത് നോക്കിയിരിക്കുമ്പം ഇന്ന് വൈകിട്ട് 4 മണിക്കൊരു മഴ പ്രവചിച്ചിട്ടുണ്ട്. 4 മണിക്ക് കൃത്യം മഴ പെയ്യും. ഞാനൊക്കെ ആയിരുന്നു ഇന്ത്യയിൽ ഒരിക്കലും നടക്കില്ല. ഈ മൺസൂൺ എന്ന് പറയുന്ന ഒരു സാധനം ഒരു തരത്തിലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. പക്ഷെ അവിടുത്തെ ഈ കാറ്റും മഴയെല്ലാം കൃത്യമായിട്ട് ടൈം അനുസരിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാലാവസ്ഥ നിരീക്ഷകർ കേന്ദ്രം പറയുമ്പോൾ അതുപോലെ നടക്കുന്നു, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അതുപോലെ നടക്കുന്നു. അപ്പൊ ദൈവം പറയുന്ന ഒരു കാര്യം എങ്ങനെയായിരിക്കും? അപ്പം ഒരാളെ ദൈവം വിളിച്ചിട്ട്, സ്റ്റാൻലി ബ്രദറിനെ ദൈവം വിളിച്ചിട്ട് പറയാണ് സ്റ്റാൻലി നീതിമാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ ആരെക്കൊണ്ടും പറ്റില്ല. അതുകൊണ്ടാ ദൈവം നീതീകരിച്ചവനെ കുറ്റം വിധിക്കും, ആർക്കും പറ്റില്ല. കാരണം ദൈവം നീതിമാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറെ കഴിയുമ്പം അതിലെ വീതി വലിച്ചുകൊണ്ട് നടക്കുന്നത് കാണുകയില്ല. കാരണം എന്താ അങ്ങനെ കാണാത്തത്? ദൈവമാണ് നീതിമാൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ദൈവം ഓരോന്ന് പറയുമ്പോൾ അതൊരു ഡിക്രിയാണ്. ഒരു ഡിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന്റെ ഡിക്രി നമ്മൾ പണ്ട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് വിഷയം. ഡിക്രി എന്ന വാക്ക്, ഡിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് അതൊരു ഡിക്രിയാണ്. ഓക്കെ, അതുപോലെ അതൊരു കൽപ്പനയെന്നോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് വേർഡ് എന്നൊക്കെ പറയാം. അബ്രഹാമിനോട് പറയാണ് നീ നീതിമാനാണ്, അതൊരു ഡിക്രിയാണ്, ഒരു കൽപ്പന, ഒരു ഓർഡർ പോലെയാണ്. അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ. ക്രിസ്തുവിന്റെ രക്തം നിമിത്തം, ക്രിസ്തുവിന്റെ അങ്കി നിമിത്തം ഞാൻ നീതിമാനാണ് എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഡിക്രിയാണ്. അതിനെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ ദൈവത്തിന് മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കും? നീതിമാനായി തന്നെ നിൽക്കും. അപ്പോൾ ഈ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഏത് നീതിയാണോ, ഏത് ഡിഗ്രിയാണോ എനിക്ക് തന്നിട്ടുള്ളത്, ആ ഡിഗ്രി എനിക്ക് യഥാർത്ഥത്തിൽ അത് ഉള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം PG പഠിക്കാൻ പോകുന്ന വിചാരിച്ചു. PG ഏതാ വേണ്ടേ? ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ PG എടുക്കാൻ പോകാന്ന് വെച്ചോ.
ചെല്ലുന്ന ആദ്യ ദിവസം തന്നെ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ സർട്ടിഫിക്കറ്റ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏതാ? ഫസ്റ്റ് ക്ലാസ്സിൽ MA പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ, താങ്ക് യു വെരി മച്ച്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരക്ഷരം അറിയാൻ മേല, പക്ഷെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വിവരം ഇല്ലെങ്കിലോ? ആ സർട്ടിഫിക്കറ്റ് കൊടുത്തവൻ ആരാടാന്ന് ചോദിക്കില്ലേ? ഇന്ന് പല ആൾക്കാരും ഡോക്ടറേറ്റ് ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിയാതിരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നില്ല, ഇവനൊക്കെ ആരാ ഡോക്ടറേറ്റ് കൊടുത്തതെന്ന് ചോദിക്കുന്നില്ലേ? നിങ്ങൾ കേട്ടില്ല? അങ്ങനെ കേട്ടില്ല? അപ്പം ദൈവമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തെങ്കിൽ അത് എങ്ങനെയാ വരുള്ളൂ? നീതിമാനായല്ലേ വെളി വരാൻ പറ്റുള്ളൂ. എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടോ? മനസ്സിലായില്ലേ? സ്റ്റണ്ണായിട്ടിരിക്കുന്നു. അപ്പൊ ദൈവം എനിക്ക് നീതിമാൻ എന്നുള്ള ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തേ ആകാൻ പറ്റുള്ളൂ? അതിന് ദൈവം പല പരീക്ഷകൾ എഴുതിപ്പിക്കും, പല ട്യൂഷൻ എടുക്കും, പലരെ കൊണ്ട് തല്ല് ധരിപ്പിക്കും, ചിലപ്പോൾ നിരാശനായി ഇരിക്കേണ്ടി വരും. ഇതെല്ലാം പരീക്ഷകളിലൂടെ കടന്നു പോയി നമ്മൾ നീതിമാനായി വെളി വന്നേ പറ്റൂ. കാരണം ദൈവം അങ്ങനെ ഒരു ഡിഗ്രി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്നറിയില്ലേ, CSIക്കാരുടെ പാഠപുസ്തകത്തിൽ ഒരു പാട്ടുണ്ട്, രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ പാടേണ്ട പാട്ടെന്നും പറഞ്ഞു. ഞാനത് വായിച്ചിട്ട് ഞാൻ ആലോചിച്ചു, ഇന്ന് ഒരു പെന്തക്കോസ്ത് സഭയിൽ ആ പാട്ട് പാടാൻ പറ്റില്ല. അവർ ഓടിക്കും, വടിയെടുത്ത് ഓടിക്കും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ പാട്ടുപുസ്തകം, ചർച്ചിൽ പോരുത്, പാട്ടുപുസ്തകം എടുത്തിട്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് വായിക്കുവാണെങ്കിൽ നല്ലതാണ്. അതിനകത്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: രോഗിയെ സന്ദർശിക്കുമ്പോൾ പാടേണ്ട പാട്ട്, പ്രാർത്ഥിക്കാൻ നേരത്ത്. അവിടെ പറയുന്നത്, നിനക്ക് ഈ രോഗവും ദുഃഖവും പ്രയാസങ്ങളും എല്ലാം ഉള്ള ഒരു ഭൂമിയിലാണ് നീ വസിക്കുന്നത്. നിന്നെ ഇത് ഓരോന്നും ബാധിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഞാൻ അയക്കുന്ന ദൂതന്മാരാണ്. പാട്ടാണേ. അങ്ങനെ നീ ഓരോ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിൽ നിനക്ക് വേണ്ടി, നിന്റെ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി രക്തമൂറ്റി തന്ന എന്നെ നീ ധ്യാനിച്ചു കൊള്ളുക. കർത്താവ് പറയുന്ന അല്ലേ? എന്നാൽ അടുത്ത വാക്യം ഇങ്ങനെയാ: നിന്റെ വിശുദ്ധീകരണമാണ് നിന്റെ അനുസരണം. അത്ര അനുസരിക്കാനേ നിനക്ക് പറ്റുള്ളൂ. നീ എന്തുമാത്രം വിശദീകരിക്കപ്പെടുന്നുണ്ടോ അത്രയും മാത്രമേ നിനക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാൻസ് അതാണ്. എന്നിട്ട് പറയാണ്, ഒരു ദിവസം നീ എൻ്റെ മുമ്പിൽ തേജസ്സോടെ നിൽക്കും. അന്ന് നിന്റെ ശരീരത്തിൽ രോഗമോ ദുഃഖമോ വേദനയോ ഒന്നും ഉണ്ടാവില്ല. ഇത് ഓർത്ത് ആശ്വസിച്ചോളാനാ പറയുന്നത്. ഒന്ന് ആലോചിച്ച്, ഇന്ന് ഏതെങ്കിലും രോഗിയെ ചെന്ന് കണ്ടിട്ട് കർത്താവിന്റെ അടുത്ത് കാണുമ്പോൾ രോഗമൊന്നും കാണില്ല ബ്രദർ എന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. അന്നൊരു പ്രത്യാശ ഒരാൾക്ക് കൊടുക്കുന്നത് തന്നെ സ്വർഗത്തെക്കുറിച്ചേ ഉള്ളൂ. വേറൊരു പ്രത്യാശയും കൊടുക്കുന്നില്ല. എന്നാൽ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഉള്ളിൽ കൊടുക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് തേജസ്സിൽ ഒരു ദിവസം രോഗമില്ലാത്ത ശരീരവുമായി നീ ദൈവത്തെ കാണുന്ന. അത് 1700-കളിൽ 800-കളിലൊക്കെ എഴുതിയ പാട്ടാ. ഇന്ന് നമ്മുടെ കൺസ്യൂമർ കൾച്ചർ, എൻജോയ്മെന്റ് കൾച്ചറിനകത്ത് വന്ന് ഇവിടെ എല്ലാം ഈ ബ്ലെസ്സിങ്സിനകത്തോട്ട് വന്നോണ്ടാ ആ ക്രിസ്തുവിനെ എൻജോയ് ചെയ്യുന്ന ആ ഒരു സ്പിരിച്വാലിറ്റി ഇല്ല. ഏത് ദുഃഖവും ഏത് പ്രയാസവും നമുക്ക് വരുന്നത് ദൈവം നമുക്ക് മേൽ അയക്കുന്ന ദൂതന്മാരാണ്. അത് എത്ര പവർഫുൾ ആണ്. നമ്മൾ എത്രയോ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം ദൈവത്തിനടുത്തേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ദൂതന്മാരാണെന്നുള്ള റെവലേഷൻ നമ്മുടെ അടുത്ത്. നിങ്കലേക്കെന്നെ ആകർഷിപ്പാനായി രോഗമാം നിന്ദൂതനെ. കേട്ടില്ലേ പാട്ട്? അത് എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ട് നമ്മൾ എപ്പോഴും പാടുന്ന പാട്ടാ. ഈ സ്റ്റാൻസ കട്ട് ചെയ്ത് കളഞ്ഞു മലയാളികൾ. അതിനകത്ത് അങ്ങനെ ഒരു സ്റ്റാൻസ ഉണ്ട്: നിങ്കലേക്ക് എന്നെ ആകർഷിപ്പതിനായി രോഗമാം നിന്ദൂതനെ എൻപേർക്ക് അയച്ച നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നതും കൂടെ ഉണ്ട്. ഓക്കെ, അത് മുഴുവൻ ആ സ്റ്റാൻസ് ഞാൻ മറന്നുപോയി. അപ്പോൾ ദൈവത്തിന്റെ ആ പരമാധികാരം, ദൈവം രാജാവും അധികാരിയുമായിരിക്കുന്നു. ദൈവത്തിൽ ആശ്വസിക്കുക, ദൈവത്തിൽ സന്തോഷിക്കുക, കർത്താവിൽ മാത്രം നമ്മുടെ പ്രമോദവും പ്രശംസയുമായിരിക്കുക എന്നുള്ളതാണ് ആ ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്. ഈ ക്രിസ്തുവിന്റെ മനസ്സ് എനിക്ക് ലഭിക്കുക എന്നുള്ളതാണ്, അല്ല ഇവിടെ എന്തെങ്കിലും കിട്ടുക എന്നുള്ളതല്ല. ദ ഗ്രേറ്റസ്റ്റ് പൊസഷൻ ഈസ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് പറയുന്നത് ഈ അപ്പൊല്ലോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പ് ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കിൽ നിന്ന്
പുകഴ്ചയുണ്ടാവും. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എഴുതിയിരിക്കുന്നതിനപ്പുറം ഭാവിക്കാതിരിപ്പാൻ ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ടുപിടിക്കേണ്ടതിനും ആരും ഒരുത്തിന് അനുകൂലമായും മറ്റൊരുത്തിന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിന് തന്നെ. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. എന്താണ് ഈ യഥാർത്ഥ അപ്പോസ്തലന്മാരും കള്ള അപ്പോസ്തലന്മാരും തമ്മിലുള്ള വ്യത്യാസം? ഈ യഥാർത്ഥ അപ്പോസ്തലന്മാർക്ക് 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ സ്വന്തമായിട്ടൊന്നുമില്ല. അതാണ് ദൈവത്തിൽ നിന്നുള്ള അപ്പോസ്തലന്മാരുടെ പ്രത്യേകത. അവർക്ക് പറയാൻ സ്വന്തം ഫിലോസഫി ഇല്ല, സ്വന്തം ബുദ്ധിയിൽ നിന്നൊന്നും പരാമർശിക്കുന്നില്ല. അവർ വചനം എന്ത് എഴുതിയിരിക്കുന്നു അത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ദൈവം കൊടുത്തതല്ലാതെ ഒന്നും അവരുടെ കയ്യിൽ ഇല്ല. ദൈവം കൊടുക്കാത്ത ഒരു ആശ്വാസവും അവർക്ക് തരാനുമില്ല. ദൈവം കൊടുക്കാത്ത ഒരു വാഗ്ദത്വവും കൊടുക്കാനില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാ പറയുന്നത്? 9-ാം വാക്യം നോക്കി. ഞങ്ങൾ ലോകത്തിന് കൊള്ളാവുന്നവരല്ല. 9-ാം വാക്യം, ഞങ്ങൾ ലോകത്തിന്, ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കാൻ ദൈവം അപ്പോസ്തലന്മാരെ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വിധിക്കപ്പെട്ട് കാത്തിരിക്കുന്നവരെ പോലെയാണ് ഈ ലോകത്തിൽ ഞങ്ങൾ. ഏത് സമയത്തും പോകാം. ഈ ലോകത്തിൽ യാതൊരു നിക്ഷേപവും ഇല്ലാതെ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഈ ഭൂമിയിൽ ഞങ്ങളെ വെച്ചിരിക്കുന്നത്. നമുക്കെല്ലാം സ്വപ്നങ്ങളില്ലേ? പിള്ളേരെന്താവും, അവരുടെ ഭാവി എന്താകും, എന്റെ വീട് പണി എന്താകും, എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താകും, ഇങ്ങനെയൊക്കെ പല പണികളില്ലേ, പ്രശ്നങ്ങളില്ലേ, അല്ലെ? എന്റെ കടഭാരം എന്ന് മാറും, എന്റെ ബിസിനസ് എന്ന് രക്ഷപ്പെടും. ഇങ്ങനെ 10,000 കൺസേൺസ് ഇല്ലേ? പൗലോസ് പറയാണ് ആകെ ഒരു കൺസേൺ ഞങ്ങൾക്കുള്ളൂ. എന്താണത്? മരണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നല്ലാതെ വേറൊന്നും ഈ ഭൂമിയില് ഇല്ല. യാതൊരു നിക്ഷേപങ്ങളും ഇല്ല. ഓക്കെ, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ. അപ്പം ഇതിൽ ഏറ്റവും ബലമില്ലാത്തവരാരാ? അപ്പോസ്തലന്മാരാണ്. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനന്മാർ തന്നെ. ഓക്കെ, ഈ നാഴിക വരെ, അതായത് ഇത്രയും നാൾ അപ്പോസ്തലന്മാരായി ജീവിച്ചിട്ടും ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്ഥിരവാസം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായൊരു വീട്, അങ്ങനെ ഒരു വാസസ്ഥലമില്ല. വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും ഉപദ്രവം സഹിച്ചും സ്ഥിരവാസമില്ലാത്തവരെ പോലെ നടക്കുന്നു. അടുത്തത്, സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. അപ്പോസ്തലന്മാർക്ക് തിരക്കുണ്ടായിരുന്നോ? ചുമ്മാ സമയം ഉണ്ടായിരുന്നോ? ഇഷ്ടം പോലെ? ഒട്ടും സമയമില്ല. പൗലോസിന്റെ ലൈഫ് നമുക്ക് നോക്കി അറിയാം. ഒട്ടും സമയമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ അപ്പോഴും പൗലോസ് എന്ത് ചെയ്യുമായിരുന്നു? സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കായിരുന്നു. അത് എല്ലായിടത്തും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ കൊരിന്ത് സഭയിൽ അങ്ങനെ ചെയ്തത്. കാരണം കൊരിന്തന്മാരൊരു പ്രത്യേകതരം മനുഷ്യരായിരുന്നു. അവർ പൈസ കൊടുത്തു കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പൊ കൊരിന്തരെ പോലെ ഒത്തിരി ആൾക്കാരുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷണറിമാർക്ക് പൈസ കൊടുക്കും ചില ആൾക്കാർ. പിന്നെ അവർ രാവിലെ എഴുന്നേറ്റ് എത്ര മണിക്കാ പ്രാർത്ഥിച്ചു, ഇതെല്ലാം ഇവർക്ക് അറിയണം. അവരെ ഇങ്ങ് വാങ്ങിച്ചതുപോലെ, അടിമകളെ പോലെ. പണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു മിഷണറി ഫാമിലി വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവർക്ക് അമേരിക്കയിൽ നിന്ന് ആരോ പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ എന്തെല്ലാമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്, പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചോ, ഇതെല്ലാം റിപ്പോർട്ട് എഴുതി കൊടുക്കണം അമേരിക്ക. ഓട്ടോ വിളിച്ചോ, നടന്നു പോകേണ്ട ദൂരം ഉണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചോ. കാരണം അവരുടെ പൈസ എവിടെയെങ്കിലും വേസ്റ്റ് ആയോ എന്ന് അവർക്ക് അറിയണം. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൈസയും വേണ്ട, ഒന്നും വേണ്ട, സ്വാതന്ത്ര്യം മതി. കാരണം സ്വാതന്ത്ര്യം മാനികൾക്ക് പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം തന്നെ അമൃതം. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ഇതൊക്കെ അറിയാലേ. മനോഹരമായ സ്വർണ്ണക്കൂട്ടിനകത്താണെങ്കിലും ബന്ധനം തന്നെയാണ്. $50,000 വെച്ച് ഒരു മാസം തന്നാലും ബന്ധിക്കപ്പെട്ട പോകാൻ. 1 രൂപ തന്നില്ലെങ്കിലും സ്വാതന്ത്ര്യമാണ് ആഘോഷം. പണ്ട് ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ അമേരിക്കയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നായിരുന്നു.
അപ്പൊ അവർക്ക് ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. ഞാൻ നോ പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയുള്ള HIV ഉള്ള പിള്ളേർ, അവർക്കത് ഭയങ്കര കാര്യം. HIV ഉള്ള പിള്ളേർ നോക്കുന്നു, ഫോട്ടോ കൊണ്ടു കൊടുത്ത് അവിടെ ഇഷ്ടം പോലെ പൈസ റേസ് ഇവിടെ തരുകയും ചെയ്യും. കള്ളന്മാരൊന്നുമല്ല, നല്ല മനുഷ്യരാ. പക്ഷെ മിനിസ്ട്രി വലുതായിട്ട് വളരും. പക്ഷെ അവർക്ക് മാസാമാസം ദിവസം റിപ്പോർട്ട് പോകണം. നമ്മൾ മക്കളെ പോലെ വളർത്തുന്ന ആൾക്കാർ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റിപ്പോർട്ട് എഴുതി അയക്കാൻ പറ്റൂ? പിന്നെ അവർക്ക് പ്രത്യേകമായിട്ട് ഈ പൈസ ചെലവാക്കാൻ പറ്റും? നമ്മുടെ വീട്ടിൽ ചോറ് മേടിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ ലഭിക്കുന്നത് ഇത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് വീട് എന്നുള്ള കൺസെപ്റ്റ് മാറി ഇതൊരു ഓർഫനേജ് ആയിട്ട് മാറും. പൈസ കിട്ടാതിരിക്കുന്നതാണ് അതിനേക്കാളും നല്ലത്. കാരണം ഒരു ബന്ധനത്തിന്റെ ഒരു സ്ട്രിങ് വരുന്ന ഡോളർ വെച്ചാണ് നമ്മളെ ബന്ധിക്കുന്നത്. അതുകൊണ്ടല്ല ആരെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടിമകളായിട്ടിരിക്കേണ്ട കാര്യമില്ല നമുക്കുണ്ടോ? അത് ദൈവത്തിന്റെ സ്നേഹത്തിൽ ചെയ്യുന്നു, ദൈവത്തിന്റെ സ്നേഹത്തിൽ വാങ്ങിക്കുന്നു. ശരിയാണ് ഞാൻ പറഞ്ഞേ. ഇങ്ങനെയുള്ള കൊരിന്ത്യന്മാരാ, ഇത് കൊരിന്ത്യന്മാരുടെ സ്വഭാവം. അത് അവർക്ക് ആ പൈസയാണ് വലിയ കാര്യം. ആ പൈസ എതിലേ പോയി എന്നുള്ളവര് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എന്നെ വാങ്ങിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ ഞാൻ വാങ്ങിക്കത്തില്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ആഹാരം കഴിക്കും? ഞാൻ ഇവിടെ കൂടാരം ഉണ്ടാക്കി അത് പണി ചെയ്ത് വിറ്റ് കാശുണ്ടാക്കി ഞാൻ ജീവിക്കും, നിങ്ങൾക്കും തരും. എന്നിട്ട് സുവിശേഷം പറയും. എങ്ങനെയുണ്ട് ഐഡിയ? സമയമില്ലഞ്ഞിട്ടല്ല, ഈ കൊരിന്ത് സഭയിൽ അപ്പൊ ഓരോ ദേശത്തും ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പം അവര് പൈസ വെച്ചാണ് ഈ ബാർഗെയിനിങ് നടത്തുന്ന മുഴുവൻ. എന്ന് വരുമ്പം ഈ ശുശ്രൂഷകരാണ് പറയുന്നത്, പൈസ എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത് മാമോനെ ഞാനിതാ നിന്ദിക്കുന്നു, തള്ളിക്കളയുന്നു. കയ്യിലുണ്ടായിട്ടല്ല. അപ്പോഴും ആഹാരമില്ലാതെയും വിശന്നും സ്ഥിരവാസമില്ലാതെയും അന്ന് വൈകിട്ട് എന്താ കഴിക്കണം എന്ന് അറിയാതെയും ഇരിക്കുമ്പോഴാണ് അപ്പോസ്തലന്മാര് പറയുന്നത്, യു ഗോ, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത്. അത് അപ്പോസ്തലന്മാർക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ അപ്പോസ്തലന്മാർ എപ്പോഴും അങ്ങനെ ആയിരിക്കും. സകാരം കയറിയിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവേറ്റിട്ട് സഹിക്കുന്നു, ദൂഷണം കയറിയിട്ട് നല്ല വാക്ക് പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത്, ഇവിടെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു വാക്യം അടുത്ത കാലത്ത് ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 20-ാം വാക്യം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ എത്ര ആകുന്നു. ദൈവരാജ്യം വചനത്തിലല്ല. അപ്പോ ഞാൻ കൈ വീശുമ്പോൾ നിങ്ങൾ എല്ലാവരുടെ വീഴുവാണെങ്കിൽ ആ ശക്തിയാണോ വചനമാണോ? പറ, ശക്തിയാണോ വചനമാണോ? ശക്തിയാ. വചനമില്ലല്ലോ അതിനകത്ത്. ഈ വാക്യം കറക്റ്റ് അല്ലേ? ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രേ ആകുന്നു. ഇന്നിപ്പോ വലിയ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്യം, ഒരാൾ അമേരിക്ക പോയി പ്രസംഗിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ സത്യവിശ്വാസം പ്രസംഗിക്കുന്ന ഒരു ചർച്ചില് ഒരു കേരളത്തിലുള്ള ഒരു പാസ്റ്റർ എന്നിട്ട് പറഞ്ഞു, വചനം നോക്കി 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 ഇന്ന് ഒരു ശക്തിയും ഇല്ലാതായി ജനങ്ങൾക്ക്. ബൈബിൾ ക്ലാസ് കേട്ട് 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 എന്തായി മാറി? ശക്തിയുടെ വ്യാപാരം ഇല്ലാതായി പോയി. ഈ കേരളത്തിൽ നല്ലപോലെ അറിയപ്പെടുന്ന, പേര് പറഞ്ഞാൽ നിങ്ങൾക്കും അറിയാവുന്ന ഒരു ഉണർവ് പ്രസംഗകൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളായിരിക്കില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉണർവ് പ്രസംഗം പറഞ്ഞു, ചേസ് ബ്രദറിനൊന്നും പ്രസംഗിക്കാൻ വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാധന വെളിപ്പെടില്ല എന്ന് പറഞ്ഞാൽ വചനം വന്നു കഴിഞ്ഞാൽ എന്ത് വെളിപ്പെടില്ല? വചനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് വെളിപ്പെടില്ല? ശക്തി. അപ്പൊ നിങ്ങൾ ആരുടെ കൂടെയാണ്? ഈ വചനത്തിന്റെ കൂടെയാണോ ശക്തിയുടെ കൂടെയാണോ? അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന എന്തോ? ദൈവരാജ്യം വചനത്തിലല്ല. വചനത്തിലല്ല എന്ന് എഴുതിയിട്ടില്ലേ? വചനത്തിലല്ല. വചനത്തിലല്ല. അപ്പൊ വചനം അല്ലെന്ന് പറയുന്നത് ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം ഇത് എന്താ പരിപാടി. അത് ഇപ്പൊ അവർ ഒത്തിരി പേര് ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലൊക്കെ ഇപ്പൊ എല്ലാവരും അതാ പറയുന്നത്. ബാംഗ്ലൂരിൽ ലിക്വിഡ് ഫയർ എന്നും പറഞ്ഞൊരു തീ ഒഴുകുന്നുണ്ടല്ലോ. അവിടെ അവര് പറയുന്ന ഇതാ, അതായത് വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നാൽ ശക്തി അനുഭവിക്കാൻ പറ്റില്ല. ക്രിസ്തുവിന്റെ വചനം വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ശക്തി വ്യാപരിക്കുന്നില്ല.
അത് ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട്. പ്രസംഗിച്ചു കഴിയുമ്പോൾ പിന്നെ ആർക്കും കൈയടിക്കണ്ട. ഒരു ദിവസം ഒരു പാസ്റ്റേഴ്സിന്റെ മീറ്റിങ്ങിന് എന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, 2 സെഷൻ ഉണ്ട്, രാവിലെ ഉച്ച കഴിഞ്ഞ സെഷൻ ആകുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് ആരാധിപ്പിച്ച് വിടാവുള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ആരാധിപ്പിച്ച് വിടുള്ളൂ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഈ പ്രസംഗം തീരാറായി കഴിഞ്ഞപ്പോഴേക്കും ആർക്കും ആരാധിക്കണ്ട, മറ്റേ പാട്ട് വേണ്ട, എല്ലാരും തളർന്നു. ഇത് കേട്ടത് ഈ ക്രൂശും കൊണ്ടുള്ള ആക്രമണം എന്ന് വേണേ പറയാം. ഈ ക്രൂശ് വെച്ച് അവര് തകർന്നു പോയി, ആർക്കും ആരാധിക്കുകയും വേണ്ട, പാടുകയും വേണ്ട. ഇതെന്താ സംഭവിക്കുന്നത്? എന്താ ഇതിന്റെ പ്രശ്നം? ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു, ഇതെന്താ ഈ പ്രസംഗിച്ച് കഴിയുമ്പോൾ എല്ലാവരും ഓഫായി പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, അത് ഏത് ശക്തിയാണെന്നുള്ളതാണ് ഈ പ്രശ്നം. ഈ ക്രൂശിനെ കുറിച്ച് കേൾക്കുമ്പോൾ അണഞ്ഞു പോകുന്ന ശക്തി ഏത് ശക്തിയായിരിക്കും? ഏത് ശക്തിയായിരിക്കും? യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ശക്തി ചോർന്നു പോയ ആ ശക്തി എന്ത് ശക്തിയായിരിക്കും? അത് ലോകത്തിന്റെ അല്ല, അത് ഒരു പരിധി വരെ മാനുഷികവും ഡിമോണിക്കുമാണ്. അതുകൊണ്ടാണ് ഈ വചനം കേട്ട് കഴിയുമ്പോൾ ഇത് ചോർന്നു പോകുന്നു. ഇനി ഇത് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെങ്കിൽ വചനം കേൾക്കുമ്പോൾ അത് ശക്തി പ്രാപിക്കുകയല്ലേ വേണ്ടത്? അല്ലെ, ഞാൻ പറയുന്ന വചനം തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ ശാസിക്കണ്ടേ? അത്രയും ശക്തിയില്ല ദൈവത്തിന്റെ ആത്മാവിന്. ഇത് തളർന്നങ്ങ് പോവാ. ശക്തി എവിടെന്നാ വരുന്നേ? നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ സോളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ശക്തികളുണ്ട്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു 10% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്നൊക്കെയാ പറയുന്നത്. ഒത്തിരി ശക്തികൾ നമുക്ക് അറിയാൻ വയ്യാത്തത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ശക്തികളെ ടാപ്പ് ചെയ്യാനുള്ള പല സങ്കേതങ്ങളുണ്ട്. ഒന്ന്, കൈ അടിച്ചടിച്ച് കൺട്രോൾ പോവുക. ഏത് പാട്ടായാലും കൈയടിക്കും. നമ്മള് കർത്താവിന്റെ പാട്ട് പാടി കൈയടിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ അതിനിടയിൽ അറിയാതെ ഒരു സിനിമ പാട്ട് കേട്ടുവിട്ടാലും ഈ കൈയടി നിൽക്കത്തില്ല. കാരണം അത് താളത്തിൽ കയറി പോകുന്നതാണ്. അവിടെ ആത്മാവിന്റെ ധ്യാനമല്ല വരുന്നത്, നമ്മുടെ ഫോക്കസ് ആ മെഡിറ്റേറ്റീവ് ഫോക്കസ് ആ പാട്ടിന്റെ താളത്തിലേക്ക് കൊണ്ടുവിടുകയാണ്. അപ്പൊ അവനവന്റെ ഉള്ളിൽ കിടക്കുന്ന പവർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 40 ദിവസം ഉപവാസം, 21 ദിവസം ഉപവാസം ഇരുന്ന് സ്വോത്രം രക്തം പറഞ്ഞ് ആ ഒരു മെഡിറ്റേറ്റീവ് പവറിലൂടെ ഞാൻ ചിന്തിക്കാം കേട്ടോ, ക്രിസ്തുവിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്ത ആത്മാവ്. ഈ ലിക്വിഡ് ഫയറിനിടയിൽ ഒന്ന് യേശു ക്രിസ്തു എന്നൊരു വാക്കുപോലും ഒരു മിണ്ട ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പിരിറ്റ് ഇതിനകത്ത് വല്ലാതെ വ്യാപരിക്കുന്നുണ്ട്. അതിന് കുറച്ച് ശക്തികളൊക്കെ ഉണ്ട്. ആൾക്കാരെ കറക്കിയിടാനും എന്നെ വീഴ്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെല്ലാം ഉന്തി വീഴിക്കാനും ഒക്കെയുള്ള പവർ ഈ സാധനത്തിനുണ്ട്. ഇത് ദൈവത്തിന്റെ ആത്മാവല്ല ആണോ എന്ന് എങ്ങനെ അറിയുന്നേ? ദൈവത്തിന്റെ ആത്മാവിനെ പരിശോധിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ കൺഫസ് ചെയ്യാത്ത ഒരാത്മാവും ദൈവത്തിന്റെ ആത്മാവല്ല. ഇന്ന് ആ ഉന്മാദം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവരതിനെ വർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്നിട്ട് പറയാണ്, വചനത്താലല്ല, വചനമായിട്ട് ഇങ്ങോട്ട് വരല്ലേ, ഞങ്ങൾ ഇവിടുന്ന് ഓടേണ്ടി വരും. വചനം മിണ്ടാത്ത ആൾക്കാർക്കെല്ലാം സ്വാഗതം. അപ്പൊ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന ഈ വചനം എന്തോ? ഏത് ആത്മാവിനെയും വചനത്താൽ വിവേചിക്കാം. കാരണം നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റി ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന കരിസ്മാറ്റിക്, അത് കാത്തലിക്കിലായാലും പെന്തക്കോസ്റ്റിലായാലും എവിടെ ആയാലും ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളിലെല്ലാം ഈ ഒരു ഫോഴ്സും കൂടെ ഉണ്ട്. അത് ജെന്യുവിനായിട്ട് തുടങ്ങുകയും പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനങ്ങൾ അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ ഇത് മനുഷ്യൻ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും മനുഷ്യൻ തന്നെ കാത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്ത് അവന്റെ ശക്തികളെല്ലാം കൂടെ ആവാഹിച്ചെടുത്ത് അവന് തോന്നുന്ന പോലെയുള്ള ഉള്ള ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റുകയും ഇതെല്ലാം ചില വ്യക്തികളുടെ കൈകളിലേക്ക് ചെല്ലുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയത് അങ്ങനെയല്ലേന്ന്?
അപ്പോൾ ഇത് എല്ലാ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഏത് ആത്മാവിന്റെ ശബ്ദമാണ് കേൾക്കുന്നതെന്നും എന്തിനാലാണ് സ്വാധീനിക്കപ്പെടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം ജെന്യുവിനായിട്ട് തുടങ്ങിയതാ. ഇതെല്ലാം ദൈവത്തിന്റെ ആത്മാവിൽ തുടങ്ങുകയും പതുക്കെ പതുക്കെ ആത്മാവ് മാറിയപ്പോൾ, എന്തുകൊണ്ടാണ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ ലോകത്തെ അന്വേഷിച്ച് നടക്കുന്നിടത്ത് എവിടെയാ ദൈവത്തിന്റെ ആത്മാവ്? പതുക്കെ ദൈവത്തിന്റെ ആത്മാവ് മാറി. അപ്പോഴേക്കും ഈ സാധനങ്ങളെല്ലാം കൂടെ അതിന് പകരം കയറി ആധിപത്യം ഉറപ്പിച്ചപ്പോ യേശു ക്രിസ്തു എന്ന് പറയാൻ പറ്റുന്നില്ല ആർക്കും. യേശു ക്രിസ്തു എന്ന് കേട്ട ഉടനെ ഈ ആത്മാവ് അങ്ങ് ചുരുങ്ങി പോവാ. അവർക്ക് പിന്നെ കൈയടിക്കാൻ പറ്റുന്നില്ല, എക്സ്റ്റസി പോകാൻ പറ്റുന്നില്ല, ഒന്നും നടക്കുന്നില്ല. പണ്ട് ഞാനും എൻ്റെ ഒരു സഹോദരനും കൂടെ, അതായത് ബൈബിൾ കോളേജിലെ സഹോദരനും കൂടെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഇതാ പരിപാടി, ഉന്മാദം, എക്സ്റ്റസി, വചനവിരുദ്ധമായ പരിപാടികളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഞാൻ അവിടെ അടുത്ത സഹോദരൻ പറഞ്ഞു, ഇവൻ ശരിയല്ല, ഇയാൾ ശരിയല്ലല്ലോ പറയുന്നത്, വചനം എല്ലാം തെറ്റാണല്ലോ, തലതിരിഞ്ഞാണല്ലോ പറയുന്നത്. പുള്ളി പറഞ്ഞു, അത് ശരി, എന്നാ ചെയ്യും, നമുക്ക് ഇവിടെ നിന്നിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. കർത്താവെ, നിന്റെ ആത്മാവിനല്ലാത്ത ഒരു പണി ഇവിടെ നടക്കരുത്. പുള്ളി ഒന്നൊരു പണി നടന്നില്ല, ഒരു പണി നടന്നില്ല. അവസാനം പുള്ളി പറഞ്ഞു, നമുക്ക് ഇവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ഓക്കെ, പാസ്റ്റർമാർ ഇതിനെല്ലാം റെഡിയാണ്. ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡിയായപ്പം ഈ പാസ്റ്റർ പറയും, ഇവന്മാരെ രണ്ടുപേരെയും വിളിക്കേണ്ടെന്ന്. എന്നാലും ശരി, ഇത് 2001 നടന്ന കഥയാ, 23 വർഷമായി. കാരണം അവിടെ അതുപോലെ പ്രവാചകന്മാർ വരുമ്പോൾ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു കൊച്ചോട്ടിന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവനെ ശാസിക്കുന്നു, പിന്നെ ഒറ്റ പ്രവചനം പോലും വരികയില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ അത് തടസ്സപ്പെടുവോ? ഒരിക്കലും തടസ്സപ്പെടുത്തില്ല. ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ തടസ്സപ്പെടുത്താൻ നിൽക്കുന്നവനെ നിരപ്പാക്കി തന്നെ പ്രവചിക്കും. കാരണം ദൈവത്തിന്റെ ആത്മാവിന് എന്തില്ല? തടസ്സങ്ങളില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാനും ഈ അന്ത്യകാലത്തെ ദുരാത്മാക്കളുടെ പിടിയിൽ ക്രിസ്തുവില്ലാത്ത ആത്മാക്കളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയും കൂടെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ വചനത്തിലല്ല എന്ന് പറയുന്നത് എന്ത് വചനമാണ്? ഓക്കെ, ഈ വചനം എന്ന് പറയുന്നത് ശരിക്കും ഇംഗ്ലീഷിൽ വേർഡ് എന്നാണ്. വേർഡ്, വാക്കുകൾ. 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. നമ്മുടെ മുകളിൽ നിന്ന് താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയുന്നത് 18-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? 18-ഉം 19-ഉം വാക്കൊന്ന് വായിച്ചു നോക്കി. വാക്യം, എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. അതിനർത്ഥം എന്താ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ലെന്ന് വെച്ചുകൊണ്ട് ചില ആൾക്കാര് വലിയ ആൾക്കാരായിട്ട് കളിക്കുന്നു, ചീർത്തിരിക്കുന്നു. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന്, ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി. അപ്പൊ ഏത് വാക്കിനെ കുറിച്ചാ പറയുന്നത്? ചീർത്തിരിക്കുന്നവരുടെ വാക്ക് അല്ലേ? അല്ല, ദൈവവചനത്തെ കുറിച്ചാണോ അവിടെ പറഞ്ഞേക്കുന്നത്? അല്ല. അപ്പൊ ഒരു വാക്കുകൊണ്ട് ഇങ്ങനെ ഒരു കരക്കമ്പി എന്ന് പറയല്ലേ നമ്മളുടെ, അതായത് അവര് റൂമർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഇനി മേലാൽ ഇതിങ്ങനെ സംഭവിക്കുകയുള്ളൂ, പൗലോസ് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല, അയാളുടെ വഴി നോക്കിപ്പോയി. ഓക്കെ, ഈ വാക്ക് അവിടെ കിടപ്പുണ്ട്. അപ്പൊ പൗലോസ് പറയാണ്, വാക്ക് എന്ത് പറഞ്ഞാലും ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും. കാരണം ദൈവരാജ്യത്തിൽ ദൈവമാണ് രാജാവ്. അവിടെ മനുഷ്യർ പറയുന്ന വാക്കുകളല്ല, ദൈവത്തിന്റെ ശക്തിയാണ് ദൈവരാജ്യത്തെ ഭരിക്കുന്നത്. അതല്ലേ അതിന്റെ അർത്ഥം? മനസ്സിലായോ? അപ്പൊ വാക്ക് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ വാക്കിന്റെ അല്ലെങ്കിൽ മനുഷ്യൻ കൊടുക്കുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ദൈവരാജ്യം വരുന്നത് ദൈവത്തിന്റെ ശക്തിയിലാണ്. ഈ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോഴേക്ക്, ഈ ശക്തി എന്നുള്ളതിന് ലോകത്തിലെ ഒരു കൺസെപ്റ്റ് എന്താ? ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലോകത്തിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് പറഞ്ഞാൽ എന്താ ശക്തി? എനിക്ക് ശക്തി ഉണ്ടെങ്കിൽ ഒരൊറ്റ അടിക്ക് ഇതിനെ 2 കഷ്ണമൊക്കെ അല്ലെ? കണ്ടിട്ടില്ലേ നിങ്ങൾ ആൾക്കാർ ഇങ്ങനെ കൈ കൊണ്ട് ഇഷ്ടികയൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു? ആ ശക്തിയല്ലേ ലോകത്തിന്റെ ശക്തി? അപ്പൊ ലോകത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഉമ്മരപ്പടിയെല്ലാം കുലുങ്ങുന്ന ശക്തി. അത് ദൈവത്തിന്റെ ആത്മാവിനും കുലുക്കാൻ പറ്റും നമുക്കറിയാം. ആൾക്കാരെ തെറിച്ചു വീഴിപ്പിക്കുന്ന ശക്തി.
അങ്ങനെയൊക്കെ നമ്മൾ ശക്തിയെ കുറിച്ച് കാണുന്നത്. പക്ഷെ ശരിക്കും എന്താ ഈ ശക്തി എന്ന് പറഞ്ഞാൽ? നമ്മൾ അതിന് കുറച്ച് മുമ്പോട്ട് അവിടെ എഴുതുമ്പോൾ പറയുന്നുണ്ട്, 12-ാം വാക്യം, 11ഉം 12ഉം വാക്യങ്ങൾ വായിച്ചേ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. അവർ ശക്തരാണോ അല്ലയോ? അവർ ശക്തരാണോ അല്ലയോ? പറ. അപ്പൊ എന്താ ശക്തി? എന്തിലും ഏത് സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നതാണ് ശക്തി. വിശന്നാലും ദാഹിച്ചാലും കുത്തുവാക്ക് കൊണ്ടാലും സ്ഥിരവാസം ഇല്ലെങ്കിലും ഒരു കൂസലില്ലാത്തവരാണ് ആര്? അപ്പോസ്തലന്മാർ. ശക്തിയാണോ അത്? ആ ദൈവത്തിന്റെ ശക്തി അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സന്തോഷമായിട്ട് നടന്ന് ശുശ്രൂഷിക്കാൻ പറ്റുമോ? ഓരോന്ന് കുറയുമ്പോഴും നമ്മൾ കണക്ക് കൂട്ടും, അയ്യോ അത് കുറഞ്ഞല്ലോ, ശരിയല്ലേ? അപ്പൊ ശക്തി എന്തോ? എന്ത് സാഹചര്യം വന്നാലും അവർക്ക് കുലുക്കമില്ല എന്നുള്ളതാണ് ശക്തി. അടുത്ത വാക്യം നോക്കി. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അത് ശക്തി വേണ്ടേ? അവരുടെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ശക്തി വേണം അല്ലെ? അപ്പൊ കർത്താവിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഒന്നിന് രണ്ട് പൊട്ടിക്കുന്നതല്ല, രണ്ടും കൂടെ വാങ്ങിച്ചിട്ട് അവനെ അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ നേരെ റിവേഴ്സാ. അപ്പൊ ദൈവരാജ്യത്തിന്റെ ശക്തി എന്ത് ശക്തിയാ? ദൈവരാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവം രാജാവായിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്താലും സന്തോഷിക്കാവുന്ന ശക്തിയാണ്. അവിടെ പൗലോസ് പറയാണ്, ഇപ്പൊ പൗലോസിന്റെ ശക്തി ആണെങ്കിൽ കുറെ അവന്മാർ പറയാ അവൻ ഈ വഴിക്ക് വരികയില്ല പോയി എന്ന് പറയുകയാണെങ്കിൽ പൗലോസിന്റെ പെട്ടെന്നുള്ള ഇൻസ്റ്റിങ് എന്തായിരിക്കും? നിങ്ങളെ കുറിച്ച് ഒരാൾ പറയാണ്, അവനിനി എറണാകുളത്ത് കാലുകുത്തില്ല, അവൻ ഇവിടുന്ന് പോയതാ, ഇനി മേലെ വരില്ല. നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും ആദ്യം വരുന്നത്? ശക്തി ഉണ്ടെങ്കിൽ എന്താ ഒന്ന് പോയി നോക്കാം അങ്ങനെ തോന്നൂലേ? അവൻ അത്രയ്ക്കായോ എന്നാ ഒന്ന് പോയി നോക്കാം. പൗലോസിന് അവൻ അങ്ങനെ ചിന്തിക്കായിരുന്നല്ലേ? അവന്മാര് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ചീർത്തിരിക്കുന്നു, എന്നാ ഒന്ന് ചെന്ന് രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോരാ. അതാണ്. അപ്പൊ അതാണ് പൗലോസിന്റെ ശക്തി. പൗലോസ് പറയാണ്, ദൈവം അനുവദിച്ചാലേ ഞാൻ പോരുള്ളൂ. അപ്പൊ ശക്തി ആരുടെയാ? അപ്പൊ ദൈവരാജ്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ശക്തി അബലമാവുകയും രാജാവായ ദൈവത്തിന്റെ ശക്തി, അത് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പറ്റുന്ന, ഏത് സാഹചര്യത്തിലും സന്തോഷിക്കാൻ പറ്റുന്ന, ഏത് ശത്രുവിനെ അനുഗ്രഹിക്കാൻ പറ്റുന്ന ദൈവത്തിന്റെ ശക്തിയാണ് അവിടെ ആധാരമായിരിക്കുന്നത്, ദൈവരാജ്യത്തിന് ആധാരമായിരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണോ? അപ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി ഉള്ളവരായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെ തോപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റും. അപ്പൊ സാത്താൻ കുറെ നേരം ദുഃഖം ഇട്ട് കൊടുത്തു നോക്കും, ഡിപ്രഷൻ ഇട്ട് കൊടുക്കും, പിന്നെ കുറെ നേരം കഴിയുമ്പം ആരെങ്കിലും തല്ലു വെച്ച് കൊടുക്കും. പക്ഷെ നമ്മളെ കുലുക്കാൻ പറ്റത്തില്ലെന്ന് കുറെ കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ ശക്തി ഉള്ളവരാണ്. ദൈവരാജ്യത്തിന്റെ ശക്തി ഉള്ളവർ ഒരിക്കലും കുലുങ്ങി പോവുകയില്ല. കാരണം അവരുടെ ശക്തി ദൈവത്തിന്റെ ശക്തിയാണ്, മനുഷ്യരുടെ ശക്തിയല്ല. ഓക്കെ, ഇവിടെ പറയാണ് ഈ ശക്തരായ ആൾക്കാര് 13-ാം വാക്യത്തിൽ പറയാണ്, ഞങ്ങൾ ലോകത്തിന്റെ ചവർ പോലെയും ഇന്ന് വരെ ലോക സകലത്തിന്റെയും അഴുക്കായും തീർന്നിരിക്കുന്നു. ഒരു കുഴപ്പമില്ല, ദേ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ഓക്കെ, എന്നിട്ട് പറയാണ് 16-ാം വാക്യം നോക്കി, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്നുമില്ലാത്തവരായി ജീവിക്കുന്നു, സ്ഥിരവാസം ഇല്ലാത്തവരും വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും. 16-ാം വാക്യം എന്താ പറയുന്നത്? നിങ്ങളൊക്കെ ഇങ്ങനെ ആയാ മതി എന്നാ പറയുന്നത്. എങ്ങനെ ആയാ മതി? അപ്പൊ എന്ത് ചെയ്യണം? കുത്തുകൊണ്ടും വിശന്നും ദാഹിച്ചും സ്ഥിരവാസം ഇല്ലാത്തവരായും ഇരുന്നാലും സന്തോഷിച്ചോണം. കാരണം യഥാർത്ഥ ശക്തി ആ ശക്തി അല്ല. നമുക്ക് സംഗതികളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ശക്തി അല്ല യഥാർത്ഥ ശക്തി. സംഗതികൾ ഒന്നും വർക്ക് ചെയ്യാതിരിക്കുമ്പം ദൈവത്തിന്റെ ശക്തിയാലാണ് അപ്പോസ്തലന്മാർ ജീവിക്കുന്നത്. അത് നോക്കി നമ്മളും പഠിക്കണം. ജീവൻ ആധാരമായിരിക്കുന്നത് മനുഷ്യരുടെ വാക്കുകളല്ല, ജീവൻ ആധാരമായിരിക്കുന്ന മനുഷ്യരെന്ത് പറയുന്നു എന്നുള്ളതല്ല, ജീവൻ ആധാരമായിരിക്കുന്നത് എന്റെ ശക്തി കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. ജീവൻ ആധാരമായിരിക്കുന്നത് ദൈവത്തിന്റെ തീരുമാനങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്. അത് എന്റെ ശക്തി ആശ്രയിച്ചുള്ളതല്ല.
ഞാൻ വിശ്വാസത്താലാണ് ഈ ദൈവത്തിന്റെ ശക്തിയെ അനുഭവിക്കുന്നത്. എത്ര പവർഫുൾ അല്ലേ ഇത്! നമ്മൾ ആ അപ്പോസ്തലന്മാരുടെ ലൈഫിന്റെ ആ മെസ്സേജ് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യന്റെ വാക്കുകളാൽ പതറരുത്, നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ പതറരുത്. നമ്മളെ സംബന്ധിച്ച് ദൈവത്തോടല്ലാതെ ആരോടും മറുപടി പറയാനില്ല. ദൈവമല്ലാതെ ആരും നമ്മുടെ മേൽ അധികാരമുള്ളവനായിട്ടില്ല. അതുകൊണ്ട് പൗലോസിന് വേണമെങ്കിൽ വാശി തീർത്തിട്ട് ഞാൻ എന്നാ കൊരിന്ത് സഭയിലോട്ട് പോയി അമ്മമാർക്ക് വർത്താനം പറഞ്ഞിട്ട് വരാം എന്ന് തീരുമാനിക്കുന്നതിന് പകരം അവിടെയും പറയുന്നത്, ദൈവം അനുവദിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവത്തിന്റെ വചനമാണ് കാര്യം, അല്ല ശക്തിയാണ് കാര്യം, ഇവർ പറയുന്ന വാക്കുകളല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു വചനം മാത്രം പശ്ചാത്തലത്തിൽ നടത്തിയെടുത്ത് വ്യാഖ്യാനിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് മനസ്സിലായോ? അതിന്റെ പശ്ചാത്തലം നോക്കാതെ ഒരു വാക്യം മാത്രം പറക്കിയെടുത്തിട്ട് വചനത്താലല്ല ശക്തിയാൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാ ആൾക്കാരും അതിന്റെ പുറകെ അങ്ങ് പോയി. കാരണം അവർക്ക് ഈ പ്രാകൃതമായ ലൗകികമായ മാനുഷികമായ ശക്തിക്ക് അടിമപ്പെട്ടു പോയവരാണ് അവര്. അപ്പൊ അവർക്ക് പറ്റിയ വാക്യമായിട്ട് അവരതങ്ങ് എടുത്തു. അതിന്റെ പുറകിൽ തൊട്ടു പുറകിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ചീർത്തിരിക്കുന്നവരുടെ വാക്ക്, വചനം, അവര് പറയുന്ന വാക്ക്. വേർഡ് തന്നെയാണ് എവിടെയാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അവര് പറയുന്ന വചനമല്ല. ഇനി ദൈവത്തിന്റെ വചനം തന്നെ ആയിക്കോട്ടെ, ഞാൻ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ദൈവത്തിന്റെ വചനം ആവുമ്പോഴും പല സമയത്തും നമ്മൾ പറയുന്ന വാക്കുകൾ അവിടെ ഉണ്ടെങ്കിലും അതിന്റെ പുറകിൽ ജീവൻ ഉണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന്, എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ ആ കറക്റ്റ് സമയത്ത് എടുക്കുമ്പോൾ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് ഏൽപ്പിച്ചു കൊടുക്കണേ വിശ്വാസം വേണ്ട, അതില്ല. അപ്പൊ പറയുമ്പോ എല്ലാ വാക്കുകളും ഉണ്ടെങ്കിലും ആ തക്ക സമയത്ത് ജീവിതത്തിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തില്ല, ഈ ജീവൻ അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. എനിക്കും പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിട്ട് എനിക്കറിയാം കർത്താവിൽ ഒത്തിരി സന്തോഷിക്കാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാ കർത്താവിൽ സന്തോഷിക്കാനുള്ളത്, പക്ഷെ അതൊന്നും ഓർമ്മ വരുന്നില്ല. ചെറിയൊരു ദുഃഖം വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ അങ്ങ് സ്റ്റക്കാവും. അപ്പൊ ദൈവം തന്നിട്ടുള്ള അനേക അനുഗ്രഹങ്ങൾ കൺമുമ്പിലേക്ക് വരുന്നതേ ഇല്ല. ഓക്കെ, അപ്പൊ ശരിക്കും ആനന്ദിക്കാനുള്ള അത്രമാത്രം എപ്പോഴും തുള്ളിച്ചാടി മറിഞ്ഞ് ആനന്ദിക്കാനുള്ള അത്രയും കർത്താവിൽ യേശുക്രിസ്തുവിൽ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ അങ്ങോട്ട് വിശ്വാസത്തോടെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളില് ഞാൻ കുറെ ദിവസം ഇങ്ങനെ ചെറിയ കാര്യങ്ങളെന്ന് വേണേ പറയാം, ഭയങ്കരമായി ആങ്സൈറ്റിയിലിരുന്നു. എന്റെ കാര്യം പറഞ്ഞു, നിങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കാര്യം പറഞ്ഞു. അതിനിടയിലെ ഞാൻ പലരോടും പറഞ്ഞു ആനന്ദത്തെക്കുറിച്ച്, കാരണം അവരെങ്കിലും ആനന്ദിച്ചോട്ടെ, എന്റെ കാര്യം. പക്ഷെ കർത്താവ് അവസാനം പഠിപ്പിച്ചൊരു പാട്ട് എന്നെ ഓർമ്മിപ്പിച്ചു. When upon life's billows you are tempest tossed. ആ പാട്ടറിയാമോ? ആ പാട്ടിന്റെ അടുത്ത ഞാൻ പറഞ്ഞു, അതാണ് count your blessings. അതാണ്. ഓക്കെ, count your blessings and name them one by one. ഓക്കെ, അങ്ങനൊരു പാട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർമ്മ വന്നു. അപ്പൊ ഓർമ്മ വരുമ്പോൾ ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര ആനന്ദിച്ചാലും മതിയാകാത്തത് പോലത്തെ ഒരു മഹാസമുദ്രമാണ്. അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വഴികളിലൂടെയൊക്കെ ഇറങ്ങും, ഊടുവഴിയിൽ ഇറങ്ങും, പെരുവഴിയിലൂടെ പോവും, ആനന്ദത്തിലൂടെ പോവും, ചില സമയത്ത് വിഷമത്തിലൂടെ പോവും. പക്ഷെ ഇതിന്റെ എല്ലാ അവസാനം നമ്മൾ തെളിഞ്ഞ് ക്രിസ്തുവിന്റെ മക്കളായി തേജസ്സോടെ വെളിപ്പെട്ട് വരും. കാരണം വിശ്വാസത്തിനോ പ്രത്യാശയ്ക്കോ ഒരു നാളും ഭംഗം വരുന്നില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ആഴ്ച ദൈവം വെച്ചാൽ കാണാം. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ആശ്രയിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ സ്വർഗീയമായ ധനത്തെ ഞങ്ങൾ കാണിച്ചു തന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇതിൽ ആനന്ദിക്കുവാനുള്ള ശക്തി, ആത്മശക്തി കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ. വചനം ജീവനായി, ശക്തിയായി, അതിന്റെ റേമ, അതിന്റെ അതോറിറ്റിയോട് കൂടി കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്ത് വ്യാപരിക്കുന്ന അനേകം ദുഷ്ടശക്തികൾ കർത്താവ് ഇത് പല രീതിയിൽ ആളുകളെ വഞ്ചിക്കുമ്പോൾ കർത്താവ് വചനത്താൽ അത് വിവേചിക്കപ്പെടുവാനും ദൈവമേ ആ ആളുകൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് വന്നുകൂടിയവരും വരാത്തവരും എല്ലാവരെയും കർത്താവിനെ അനുഗ്രഹിക്കണമേ, ദൈവകൃപയെ സൂക്ഷിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം.